കേട്ടോ. അപ്പോൾ ഈ എലിഫന്റ് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള ഒരു ആനിമലായിരുന്നു. ഈ ആനിമൽ ഇങ്ങനെ വന്നിട്ട് ആനിമലടുത്ത് ചോദിക്കേ, നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഈ കോക്കനട്ടിന്റെ ഈ കോക്കനട്ട്സ് ഒക്കെ പ്ലക്ക് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു പ്ലക്ക് ദ കോക്കനട്ട്സ്? അപ്പോൾ ആനിമൽ പറയും നോ നോ ഐ കാണ്ട് എന്ന് പറയും. പിന്നെ ചോദിക്കും ക്യാൻ യു ക്രഷ് ദ കോക്കനട്ട് എന്ന് ചോദിക്കും. അപ്പോൾ ആനിമൽ പറയും നോ നോ ഐ കാണ്ട് എന്ന് പറയും. അപ്പോൾ ആനിമൽ ഭയങ്കര ഫീലായിരുന്നു, അവർ ഭയങ്കര വിഷമമായി, എനിക്കൊരു കഴിവില്ല, എനിക്കൊന്നും പറ്റില്ല, ഞാൻ എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്, ഞാനൊരു കുഞ്ഞു പാവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാവും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സ്കൂളിൽ വന്നിട്ട് പറയും ഒരു സീക്രട്ട് പറഞ്ഞു. ആ സീക്രട്ടിന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമാണ്. നെക്സ്റ്റ് ഡേ എലിഫൻറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ സന്തോഷത്തോടെ വന്ന് നിൽക്കും. അപ്പോൾ എലിഫൻറ്റ് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വരും, കഴുത്തൊക്കെ പിടിച്ച് ഇങ്ങനെ ഓടിച്ച് മരങ്ങളൊക്കെ ഓടിച്ച് ഇങ്ങനെ ഭയങ്കര രാഷ്ട്രീയത്തോടു കൂടെ വരികയായിരിക്കും. അപ്പോൾ ആൻറ്റിനെ കണ്ടപ്പോൾ അതിങ്ങനെ ഭയങ്കര ചിഹ്നം വിളിച്ചിങ്ങനെ നിൽക്കാം. അപ്പോൾ ആൻറ്റി ചോദിക്കും ക്യാൻ ഐ ആസ്ക് വൺ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കും എലിഫൻറ്റിനോട്. അപ്പോൾ എലിഫൻറ്റ് ഓക്കെ ഓക്കെ യു ക്യാൻ എന്ന് പറയും. അപ്പോൾ എലിഫൻറ്റിനോട് ആൻറ്റി ചോദിക്കും ക്യാൻ യു ക്ലൈംബ് അപ്പ് ദ കോക്കനട്ട് ട്രീ ആൻഡ് ക്യാൻ യു സിറ്റ് ഹിയർ ആൻഡ് ക്യാൻ യു സീ ദ ഹോൾ ബ്യൂട്ടിഫുൾ വേൾഡ് എന്ന് ചോദിക്കും. അപ്പോൾ എലിഫൻറ്റ് എന്ത് പറയും? No, I can't. No, I can't. എലിഫൻറ്റ് പറയും നോ ഐ കാണ്ട് എന്ന് പറയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കും ഹിയർ ഇസ് എ കോക്കനട്ട് ഷെൽ. അപ്പോൾ യു ക്യാൻ സ്വിം ഇൻ ദ റിവർ ബട്ട് ഐ നീഡ് ഓൺലി വൺ കോക്കനട്ട് ഷെൽ ടു സ്വിം. ഒരു കോക്കനട്ട് ഷെല്ലിൽ ലിറ്റിൽ വാട്ടർ ഉണ്ടായാലേ എനിക്ക് സ്വിം ചെയ്യാൻ പറ്റും. ക്യാൻ യു സ്വിം ഇൻ ദ കോക്കനട്ട് ഷെൽ? അപ്പോൾ എലിഫന്റ് എന്ത് പറയും? No, I can't. പിന്നെ പറയും ഹിയർ വൺ മോർ കോക്കനട്ട് ട്രീ ആൻഡ് ഹിയർ ഇസ് എ റോക്ക് tied between. അപ്പോൾ ഈ ആൻഡ് ഇങ്ങനെ കയറിയിട്ട് ക്യാൻ യു വാക്ക് ത്രൂ ദ റോക്ക്? അപ്പോൾ എലിഫന്റ് എന്ത് പറയും? No, I can't. ഈ സ്റ്റോറിയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ബിഗ് ആയിട്ടുള്ള എലിഫന്റിനും സ്മോൾ ആയിട്ടുള്ള ആൻഡിനും എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസും കഴിവുകളാണുള്ളത്. എല്ലാവർക്കും കഴിവുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കഴിവുകളുണ്ട്. എല്ലാവരും അവരായിട്ട് കണ്ടെത്തിയിട്ട് അത് എന്താണ് നോക്കിയിട്ട് അതിലെ കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോറി എൻ്റെ ബാച്ച് വരുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ ഒരു കോംപ്ലക്സോ അവർക്ക് എൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, ഞാൻ തടിച്ചിട്ടാണ്, പ്ലെയിനായിട്ടാണ്, കളറില്ലാത്ത കുട്ടിയാണ്, ഞങ്ങളൊരു ഫീലിംഗ് ഒന്നും ഇല്ലാതിരിക്കാനും. ചിലർക്ക് പാടാൻ കഴിയും, യേശുദാസ് പാടും, പി ടി ഉഷ ഓടും. പക്ഷെ പി ടി ഉഷയെ പോലെ ഓടണമെന്ന് നമുക്ക് യേശുദാസിനോട് പറയാൻ പറ്റില്ല. അപ്പോൾ അമ്മമാരോടും അത് നമ്മൾ പാരൻസ് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസാണ്. എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടണമെന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. അവരുടെ എബിലിറ്റീസ് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അവർ അതിൽ പെർഫെക്റ്റ് ആവട്ടെ.